ശ്രീ വി കെ സനോജിലേക്ക്. വി കെ സനോജ്, മുഖ്യമന്ത്രിക്ക് ശേഷം അൻവറും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. അൻവർ പറയുന്നത് ഇങ്ങനെയാണ്: സഖാക്കളും പാവപ്പെട്ടവരും അധികാരത്തിലേറ്റിയ ഒരു സർക്കാർ ആണ് ഇത് എന്ന് അൻവർ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തൻ്റെ അഭിപ്രായം പുനഃപരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല എന്ന് തറപ്പിച്ച് പറയുന്നു ഭരണകക്ഷിയിലെ ഈ MLA. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇങ്ങനെ പറയാൻ അൻവറിന് പിൻബലം പാർട്ടിയിൽ നിന്ന് തന്നെയാണോ? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ഇന്ന് വിശദീകരിച്ചിരുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് എടുക്കുകയും മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അന്വേഷണം ആ വഴിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നാലാണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണോ, അത് കെട്ടിച്ചമച്ചതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനിടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ മറച്ചു വെക്കാനൊന്നുമില്ല. ഗവൺമെന്റിന്റെ മുന്നിൽ ആര് തന്നെ പരാതി കൊടുത്താലും, അതിപ്പോ MLA തന്നെ കൊടുക്കുന്ന പരാതി മാത്രമല്ല, ഏതൊരു പൗരനും ഏത് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും കൊടുക്കുന്ന പരാതി കേൾക്കാം. അപ്പൊ ആ നിലയിൽ തന്നെ ഈ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ആ പരാതി പരിഗണിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തിനാണ് എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഗവൺമെന്റിന് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും മറച്ചു വെക്കാറൊന്നുമില്ല. ഗവൺമെന്റ് ശരിയായ നിലയിൽ തന്നെ അല്ല, അത് ADGP കുറിച്ച് മാത്രമേ ആ ഒരു അന്വേഷണമുള്ളൂ. പക്ഷെ മറിച്ച് അൻവർ ഇന്ന് വ്യക്തമായി പറയുന്നത് എന്താണ്? P. ശശി യുടെ പ്രവർത്തനം ഒട്ടും മാതൃകാപരമല്ല. ഈ കള്ളക്കടത്തിന്റെ പങ്ക് അദ്ദേഹം പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അൻവർ. ഈ P. ശശി ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P. ശശിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടതേ ഇല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് അറ്റങ്ങളിലാണ് ഇവർ തമ്മിൽ. മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു 5 മിനിറ്റ് സംസാരിച്ചു മുഖ്യമന്ത്രി അൻവറിനോട്. എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തെ ഒരു MLA ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ കഴിയാതെ പോകുന്നത്? ഗവൺമെന്റ് സംബന്ധിക്കുന്ന കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അല്ല, പക്ഷെ ഒരു പാർട്ടിക്ക് ഇത് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താമല്ലോ. അദ്ദേഹം സഖാവാണ് എന്ന് പറയുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് പാർട്ടിക്ക് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ അൻവറിനെ? ഇത് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അവിടെ ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അത് പാർട്ടി നിയമിച്ച ആളാണ്. അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ പി വി അൻവറെ? അല്ല, ഈ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അൻവറുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നല്ലോ. അൻവർ നേരത്തെ ഇവരെല്ലാം കാണാൻ പോവുകയും അൻവർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കത്തുകളും പരാതികളും അൻവർ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം ആ നിലയിൽ തന്നെ അന്വേഷിക്കും എന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അല്ല, പക്ഷേ ഇത് ഇന്ന് കൊടുത്ത പരാതിയല്ല. പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായി പരാതി കൊടുത്ത് മറ്റൊരു മാർഗവും ഇല്ലാതെയാണ് താൻ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് എന്നാണ് അൻവർ പറയുന്നത്. അതെ, അൻവർ പറയുന്ന കഴിയുന്ന കാര്യമല്ലോ. അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അൻവറിന് മാത്രമേ പറയാൻ കഴിയൂ. അൻവർ എന്ത് കണ്ടിട്ടാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി പത്രസമ്മേളനം നടത്തുന്നത്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കാതെ ഒരു MLA ഇങ്ങനെ പെരുമാറുന്നതെല്ലാം സംബന്ധിച്ച് അൻവർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് സാധാരണ നിലയിൽ നമ്മൾ കണ്ടുവരാത്ത പുതിയ കാര്യമാണ് ഈ നിലയിൽ കാണുന്നത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന്റെ MLA ആയി നിൽക്കുന്ന ഒരാൾ പാർട്ടിക്കകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുക, ഗവൺമെന്റിനാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. അപ്പൊ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അത് പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്.
അത് സംബന്ധിച്ച് നമുക്കറിയാലോ. യെസ്, അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് താങ്കളിലേക്ക് ഇങ്ങനെ മടങ്ങി വരാം. ശ്രീ എൻ